ആളുടെയും വകുപ്പ് തീരുമാനിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ ബജറ്റ് അവതരിപ്പിച്ച ശേഷം എറണാകുളത്ത് ചെന്നതിന് ശേഷം ലോ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ കൂടി AG-യുമായും DGP-യുമായും ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ച് മന്ത്രിമാരുടെയും കൂടി സെക്രട്ടറിമാരുടെയും കൂടി അഭിപ്രായം കേട്ടിട്ടാണ് ഓരോ വകുപ്പിനും വകുപ്പ് കൊടുക്കുന്നത്. ഞങ്ങൾ ഈ ഇത്രയും പേര് നമ്മൾ പേര് കൊടുക്കുന്ന സമയത്ത് ഇവരാർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തൊന്ന് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാവരും പറഞ്ഞു ഇന്ന പശ്ചാത്തലമുള്ള ഒരാളെ ഗവൺമെന്റ് പിളറാക്കി എന്ന് പറയും. എന്താ ചെയ്തത്? അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ആഘോഷിക്കാനുള്ള ഇത്രേ എനിക്ക് മനസ്സിലായില്ല. തെറ്റാണ് എന്ന് കണ്ടപ്പോൾ അതുമ്മ പിടിച്ച് തൂങ്ങി ആടിയില്ല, ഊഞ്ഞാലാടിയില്ല. ആ തെറ്റുമ്മ ഇരുന്നുണ്ട്. ആ തെറ്റ് കറക്റ്റ് ചെയ്തു. ഞാൻ എൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞ എന്താ, തെറ്റുകൾ സംഭവിക്കും, നിങ്ങളടക്കം പ്രതിപക്ഷമടക്കം ആളുകൾ ചൂണ്ടിക്കാണിച്ചാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യും. അത് കറക്റ്റ് ചെയ്തു. ഒരു പേര് അത് കറക്റ്റ് ചെയ്തു. അതിന്റെ അപ്പുറത്ത് എന്താണ്? ഒരു 80 പേരെ വെച്ചപ്പോൾ 80 ഈ വക്കീലന്മാരും ഇതിനു മുമ്പ് ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് നമുക്ക് AI ടൂൾ ഉപയോഗിച്ചാൽ പോലും കിട്ടില്ല. ആർക്കൊക്കെ വേണ്ടി ഹാജരായിട്ടുണ്ടെന്ന് ഉപയോഗിച്ചാൽ കിട്ടില്ല. അപ്പൊ അത് വന്നപ്പോ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു. പിന്നെ ഉത്തരവാദിത്തം. ഇതിപ്പോ പിന്നെ ചിലർ പറഞ്ഞു മന്ത്രിസഭ അറിയാതെയാണ് ഗവൺമെന്റ് പ്ലീഡർമാരെ നിയമിച്ചതെന്ന്. ഇങ്ങനെയൊന്നും തമാശ പറയരുത്. മന്ത്രിസഭയിൽ ഇത് ടേബിൾ ചെയ്തിട്ട് ഇത് ചെയ്യാൻ പാടുള്ളൂ. മന്ത്രിസഭയിൽ ടേബിൾ ചെയ്ത് അവർക്കെല്ലാം മന്ത്രിസഭാ അംഗങ്ങൾക്ക് കോപ്പി കൊടുത്തിട്ടാ. ഇനി ആ തെറ്റ് തിരുത്തിയെങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്, വേറെ ആർക്കുമല്ല. ഞാനല്ലല്ല, പലരും പല പ്രപ്പോസലും തന്നിട്ടാണ്. ആ പ്രപ്പോസലുകളാണ് പല രീതിയിൽ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളും ഒക്കെ തരുന്ന പ്രപ്പോസൽസാണ് പരിഗണിച്ച് ലോ ഡിപ്പാർട്ട്മെന്റ് അതിൻ്റെ അകത്തൊരു ഫൈനൽ ഇതാക്കി ടേബിൾ ചെയ്യുന്നത്. ഇത് മന്ത്രിസഭയുടെ അംഗീകാരം തേടിയാണ് വെക്കുന്നത്. ഒരാളെയും അങ്ങനെ ഒരു പേര് തന്നതിന്റെ പേരിൽ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. എനിക്ക് ഉത്തരവാദിത്തം ആയതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ചെയ്തത്. അല്ല, ആണല്ലോ, പശ്ചാത്തലം നമ്മൾ നന്നായി പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന പേരുകൾ പോയതാ. പക്ഷേ ഇത് ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. ആർക്കൊക്കെ വേണ്ടി അപ്പിയർ ചെയ്തു, നേരെ ഇതാണെന്നൊന്നും അറിയാനുള്ള സംവിധാനമില്ല. പക്ഷേ നമ്മൾ വിജിലൻസ് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അവരുടെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ വേറെ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഒരു വകുപ്പിനും ഒരു വക്കീലിനും വെച്ച വക്കീൽ ഇതുവരെ ഒരു വകുപ്പും കൊടുത്തിട്ടില്ല. അദ്ദേഹം ദേവസ്വത്തിന്റെ ഒരു കേസിൽ ഹാജരായിട്ടില്ല. അദ്ദേഹത്തിന് ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറായിട്ട് നിയമിച്ചിട്ടുമില്ല. സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു, അല്ലാതെ ദേവസ്വം ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചു എന്ന് പറയുന്നത് തെറ്റാണ്. ഇതുവരെ നിയമിച്ചിട്ടില്ല. പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ഒരാളെ നിയമിച്ചിട്ടില്ല. റവന്യൂ വകുപ്പിന് വേണം, പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണം, കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് വേണം. അതിന് പർട്ടിക്കുലർ ആളെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അതിന്റെ ഒരു പ്രോസസ് ഉണ്ട്. അത് മന്ത്രിമാരുടെ അടുത്തും സെക്രട്ടറിമാരുടെ അടുത്തും ഒക്കെ അഭിപ്രായം തേടി അവരുടെ ഈ വിഷയത്തിൽ അവരിതിനു മുമ്പ് നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പരിശോധിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ല, നമ്മൾ അതിൻ്റെ അകത്ത് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മരുന്നിന്റെ കാര്യത്തിലെല്ലാം നമ്മളില്ലാത്ത മരുന്നുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിപ്പയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല വർഷങ്ങളായിട്ട്. വിത്തിൻ 24 hours നമ്മൾ ബഹ്റിനിൽ നിന്ന് ആ മരുന്ന് നമ്മൾ എത്തിച്ചിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആ വിഷയം നമ്മൾ പരിഹരിച്ചത്. ബഹ്റിനിൽ നിന്നാണ് ആ മരുന്ന് എത്തിച്ചത്. അടിയന്തരമായി ആ മരുന്ന് എത്തിച്ചിട്ടാണ് നമ്മൾ ആ വിഷയം തീർത്തത് യഥാർത്ഥത്തിൽ. അപ്പം മരുന്ന് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ, ഇപ്പോൾ റിബാവാരിൻ എന്ന് പറയുന്ന മരുന്നാണ്, റിബാവാരിൻ എന്നുള്ള മരുന്നാണ് നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഇല്ലായിരുന്നു, ഇവിടെ ഇല്ലായിരുന്നു, മരുന്നില്ലായിരുന്നു. അപ്പോൾ ആ മരുന്നാണ് നമ്മൾ 24 hours ബഹ്റിനിൽ നിന്ന് സ്പെഷ്യൽ ഇതായിട്ട് വരുത്തിയിട്ട് ഇപ്പം എല്ലാ സ്ഥലത്തും കൊടുത്തു. നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായില്ല ഈ മരുന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ്. ഒന്ന് നിപ്പ സോണാണല്ലോ, നമ്മുടെ എല്ലാ വർഷവും ഇങ്ങനെ വരുന്നതല്ലേ. അല്ലല്ല, നിങ്ങളിത് അറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വർഗീയമായ വിദ്വേഷമുണ്ടാക്കുന്ന തരത്തിൽ, വർഗീയമായ ചേരുതിരിവ് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട്
അത് അവിടെ മത്സരിച്ച വടകരയിലെ ഞങ്ങളുടെ പാർലമെന്റ് സ്ഥാനാർത്ഥിയായ ഷാഫിയുടെ തലയിൽ കെട്ടിവെച്ച് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമല്ലേ? ആ ശ്രമത്തിന് ഞങ്ങൾക്കെതിരായിട്ട് എന്തൊരു ആക്ഷേപമായിരുന്നു. ഞങ്ങളാണിത് ഉണ്ടാക്കിയെന്ന്. ഞങ്ങൾ അന്ന് തന്നെ ഇത് പറഞ്ഞു, ഞങ്ങളല്ല. അതിന് ഒരു പയ്യനെ കുറിച്ച് പരാതി പറഞ്ഞപ്പോൾ ആ പയ്യൻ അയാളുടെ ഫോൺ കൊണ്ടേ പോലീസിൽ ഹാജരാക്കി. ഞങ്ങളല്ല എന്ന് പറഞ്ഞു. ഇപ്പം അത് അന്വേഷിക്കണ്ടേ? അത് അന്വേഷിച്ച് എന്തൊരു കാപഢ്യമാണ് CPM അവിടെ നടത്തിയത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കിയാൽ സംഘപരിവാർ ചെയ്യുന്ന അതേ പണി CPM ചെയ്തില്ല. അവിടെ സംഘപരിവാർ ഈ പരിപാടി ചെയ്യാറുണ്ട്. അതേ രീതിയിൽ CPM ഇങ്ങനെ ഒരു മുസ്ലിം എന്നുള്ള കാൻഡിഡേറ്റാണ് ഇപ്പുറത്ത് നിൽക്കുന്നത്, കാഫർ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് UDFനെതിരായും UDF സ്ഥാനാർത്ഥിയെയും തോൽപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ വ്യാജ പ്രചരണത്തിന്റെ ആണിക്കല്ലാണ്. അത് പിടിക്കണ്ടേ? പിടിക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൂരമായി മർദ്ദിച്ചു. ഒരു മുദ്രാവാക്യം വിളിച്ചു ഫ്ലൈറ്റിൽ വെച്ച്. ഇപ്പം എനിക്കെതിരായിട്ടാണ് ഒരു മുദ്രാവാക്യം ഫ്ലൈറ്റിൽ വിളിക്കണമെങ്കിൽ ഞാൻ മോൻ്റെ പേരെന്താണ്, എവിടെ നിന്നാണ് വരുന്നത്, എന്തെൻ്റെ വിശേഷം എന്ന് ചോദിച്ചിട്ട് പോരും. പറ്റുമെങ്കിൽ ഭയങ്കര അക്രമാസക്തനല്ലെങ്കിൽ ഞാൻ ചോദിക്കും എന്താണ് പ്രശ്നം, എന്താ കാര്യമെന്ന് ചോദിച്ച് വിളിക്കും. നമുക്കെതിരായിട്ടൊരു മുദ്ര. ഇതെന്തിനായി ചെയ്തത്? അവിടെ ഇട്ട് ക്രൂരമായി മർദ്ദിച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാനും അതുപോലെ EP ജയരാജനും എല്ലാവരും ചേർന്ന് മർദ്ദിച്ചു. അതിന് കേസെടുത്തില്ല. അപ്പോൾ ഇപ്പോൾ കോടതിയാണ് പറഞ്ഞേക്കണത് അതിനും കൂടി കേസെടുക്കണമെന്ന് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയല്ലേ? ചെയ്യണ്ടേ? അതല്ല ഞങ്ങൾ ചെയ്തതാണോ? കോടതി ചെയ്താണ്. ഈ കാഫിർ സ്ക്രീൻഷോട്ട് പുറത്തു വരണ്ടേ? ഇവരുടെ കാപഢ്യമല്ലേ? മുഖം മൂടിയാണ് CPMന്റെ അഴിഞ്ഞു വീണത്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നു എന്നതിന്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വീണത്. നമുക്ക് പരിശോധിക്കാം നമ്മുടെ ശ്രദ്ധ. ഞാനത് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ SSK ഫണ്ട് ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണ്. അതല്ലേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഒപ്പുവെക്കാത്തത് കൊണ്ട് തടഞ്ഞു വെച്ച ഫണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇത് തന്നെ വീണ്ടും ചോദിക്കല്ലേ, അത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് അതിപ്പോൾ പറയാൻ പറ്റുമോ? ബജറ്റ് പ്രസംഗം ഇപ്പോൾ പറയാൻ പറ്റുമോ? അല്ല, എന്നീന്ന് ചോർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ബജറ്റ് പ്രസംഗം. ഞാൻ പറയുന്നത് എന്താ അറിയാം, നമുക്ക് നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മുമ്പിൽ ഒരുപാട് പരിമിതികളുണ്ട്. ഒരുപാട് പരിമിതികൾ അല്ല കേക്ക് ഞാൻ പറയണേ, ഒരുപാട് പരിമിതികൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഇതൊരു റിവൈസ്ഡ് ബജറ്റാണിത്. റിവൈസ്ഡ് ബജറ്റ് 35,000 കോടി രൂപയുടെ പ്ലാൻ വെച്ചിട്ട് 20,500 കോടി ഇല്ല. ഞാൻ 20,500 കോടി ഉണ്ടാക്കേണ്ട ഇന്ദ്രജാലം കാണിക്കേണ്ട ജോലിയാണ് എനിക്കുള്ളത്. 20,500 കോടി ഇല്ല, അത് ഞാൻ ഉണ്ടാക്കണം. 35,000 കോടി രൂപയുടെ പ്ലാനിൽ 20,500 കോടി ഉണ്ടാക്കിയാലേ ഉള്ളൂ ഈ വർഷത്തെ ഈ പ്ലാൻ പ്രോജക്റ്റുകൾ നടന്നു പോവുള്ളൂ. ഒന്ന്, നമുക്ക് കൃത്യമായ വഴികളുണ്ട്. കഴിഞ്ഞ ഗവൺമെന്റിൽ നിന്നും വ്യത്യസ്തമായ ഒരു നയസമീപനവും കാഴ്ചപ്പാടും വികസന പരിപ്രേക്ഷ്യവും സമീപനവും ഒക്കെ ഉണ്ട്. അതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ബജറ്റായിരിക്കും. എനിക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? സേഫ്റ്റി കേരളത്തിനും വെള്ളം തമിഴ്നാടിനും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സ്റ്റാൻഡ്. അത് തീർച്ചയായിട്ടും ഞങ്ങളൊരു ബൈലാറ്ററൽ ഡിസ്കഷൻസ് വി വിൽ കണ്ടക്ട് ബൈലാറ്ററൽ ഡിസ്കഷൻ. ഇല്ല, നമ്മളിപ്പോൾ അതിനുള്ള ബജറ്റിന്റെ വർക്കിന്റെ അകത്താണല്ലോ നിൽക്കുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ട് കൂടി സംസാരിക്കും. ഇപ്പോൾ കർണാടക ഗവൺമെന്റായിട്ട് സംസാരിക്കും. അതിന്
അവിടെ സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രാത്രികാല യാത്രയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കർണാടക ഗവൺമെന്റായിട്ട് സംസാരിക്കണം. തമിഴ്നാടുമായിട്ട് ഈ വെള്ളം പങ്കുവയ്ക്കുന്നതിന്റെ മുല്ലപ്പെരിയാറിലെ മാത്രമല്ല വിവിധ വിഷയങ്ങൾ സംസാരിക്കണം. അപ്പം ഞാനത് രണ്ട് മുഖ്യമന്ത്രിമാരോടും ഞാൻ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പേഴ്സണലായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ വിഷയങ്ങളെല്ലാം നമ്മൾ സംസാരിക്കണം. ഇപ്പോൾ നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ബഡ്ജറ്റ് അവതരിപ്പിച്ച് ബഡ്ജറ്റ് ചർച്ച പൂർത്തിയാകാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞാൽ നമ്മളത് തുടരും. അല്ല, നമുക്ക് നോക്കാം, നമുക്കത് നേടാം. ഞാൻ പറഞ്ഞല്ലോ, BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി ഞങ്ങൾ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയിട്ടുണ്ട്. നമ്മൾ അവരെ ഒപ്പുവെച്ച സംസ്ഥാനങ്ങളാണ് എല്ലാ സംസ്ഥാനങ്ങളും. അപ്പോൾ അതിൽ നിന്ന് അപ്പോൾ നമ്മൾ ആലോചിച്ച് നമ്മൾ കൂട്ടായ തീരുമാനം എടുക്കും. പഞ്ചാബ് തീരുമാനത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ LDF ഗവൺമെന്റ് അതിൽ ഒപ്പുവെച്ചല്ലോ. അത് വേറൊരു വാർത്ത. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ലല്ലോ അതിൽ. അതിനു മുമ്പ് സ്ത്രീ സുരക്ഷാ പദ്ധതി പിൻവലിച്ചെന്നും പറഞ്ഞ് വ്യാപകമായ വാർത്ത വന്നല്ലോ. വ്യാപകമായ വാർത്ത. ആരാണ് ഈ വാർത്ത ചമയ്ക്കുന്നത്? ആരാ വാർത്ത ചമയ്ക്കുന്നത്? ഞങ്ങൾ ഇങ്ങോട്ട് വന്നല്ലേ വരട്ടെ, അതിലൊരു തീരുമാനം എടുക്കണം. അതുകൊണ്ടാണ് അതിനകത്ത് തീരുമാനം. ഞാൻ ചോദിക്കരുത്, എപ്പോഴാ ഈ പദ്ധതി പ്രഖ്യാപിച്ചത്? 10 കൊല്ലം ഉണ്ടായിട്ട് സ്ത്രീ സുരക്ഷയെ കുറിച്ച് ഒരു കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. ലോക്കൽ ബോഡി ഇലക്ഷൻ കൂടി തോറ്റു. ഫെബ്രുവരിയിലാണ് പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരിയിലാണ് നടപ്പാക്കുന്നത്. ലോക്കൽ ബോഡി ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞിട്ട് അസംബ്ലി ഇലക്ഷന്റെ പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു പദ്ധതി അങ്ങ് പ്രഖ്യാപിക്കുക. അപ്പൊ ആ പദ്ധതിയുടെ ഡീറ്റെയിൽസ് ഞങ്ങൾ നോക്കണ്ടേ? അതിന്റെ ബെനഫിഷ്യറീസ് ആരാണെന്ന് നോക്കണ്ടേ? ആ ബെനഫിഷ്യറീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കാരണം അതെ, ഇലക്ഷന് മുമ്പേ അല്ല, ഞാൻ പറയട്ടെ തന്നെ, ഇലക്ഷന് മുമ്പ് അങ്ങ് കൊടുത്തേക്കണേ. ഇലക്ഷൻ സമയത്തേ അങ്ങനെ ഏതെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ കേരളത്തിൽ? ചെയ്തിട്ടുണ്ടോ? 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കുമെന്ന് 5 കൊല്ലം മുമ്പ് ഉറപ്പ് കൊടുത്തല്ലേ? 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടിയില്ലല്ലോ. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കണതിന്റെ തൊട്ട് തലയാഴ്ച 400 രൂപ കൂട്ടിയെന്ന് കിട്ടി. 2 മാസം പെൻഷൻ അവർക്ക് കിട്ടി. അവരെ ആ പൈസ മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ടും ചെയ്തു. അവർക്ക് മനസ്സിലായി ഈ അവസാനത്തെ പറ്റിക്കലേ. Today, the cabinet convened and we have taken a decision to form a cabinet subcommittee to study the matters related